ഹായ് ജംബു ബസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത്. സബ്നെറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ സബ്നെറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണത്. അപ്പോൾ നമ്മൾ ഐ പി അഡ്രസ്സ്, ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ സബ്നെറ്റിംഗ് എന്താ? സബ്നെറ്റിംഗ് ഒരു ഓൾ ഐ പി അഡ്രസ്സിനെ നമുക്ക് വ്യത്യസ്ത നെറ്റ്വർക്കുകളാക്കി തിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു സ്വിച്ചിൻ്റെ വീലാൻ ചെയ്യുന്ന പോലെ തന്നെ സ്വിച്ചിൻ്റെ മുഴുവനുള്ള പോർട്ടുകളെ നമുക്ക് സെപ്പറേറ്റ് വീലാനുകളാക്കി വ്യത്യസ്ത നെറ്റ്വർക്കുകളാക്കാലോ. അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ചിൻ്റെ പോർട്ടുകളെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഐ പി അഡ്രസ്സിനെ എടുത്തിട്ട് അതിനെ വിവിധ നെറ്റ്വർക്കുകളാക്കി തിരിക്കുന്നതിനെയാണ് നമ്മൾ സബ്നെറ്റിംഗ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കിവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി ക്ലാസ് ആണ് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടെ 192, 168, 100, 0 എന്ന് പറയുന്ന നെറ്റ്വർക്ക് 24 എന്ന് എഴുതാം. 24 എന്ന് എഴുതിയ സബ്നെറ്റ് മാസ്ക് ഇതാണ് വരിക, 3255 ഒരു 0. കാരണം ആദ്യത്തെ 24 ബിറ്റ് ഇത് 8 ബിറ്റാണ്, ഇത് 8 ബിറ്റാണ്, ഇത് 8 ബിറ്റാണ്. അപ്പോൾ ആദ്യത്തെ 24 ബിറ്റ് നെറ്റ്വർക്ക് ഐ ഡിയും പിന്നെയുള്ള 8 ബിറ്റ് ഹോസ്റ്റ് ഐ ഡിനെ സൂചിപ്പിക്കാനുമാണ്. അതുകൊണ്ട് 24 അതിനെ CADR വാല്യൂ എന്ന് വിളിക്കും. ഇതിനെയാണ് CADR, ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൗട്ടിംഗ്. അത് വാല്യൂ അത് ക്ലാസ് സിയുടെ 24ഉം ക്ലാസ് ബിയുടെ വന്നിട്ട് 16ഉം ക്ലാസ് എയുടെ വന്നിട്ട് 8ഉം ആണ് വരിക. അപ്പൊ ഇത് ഒരു ഫുൾ നെറ്റ്വർക്കാ. ഇവിടെ നമുക്ക് ഫസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് FEH എന്താ വരിക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിരുന്നു 192, 168, 100, 1 ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് എന്താ വരിക? ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് 192, 168, 100, 254. ബ്രോഡ്കാസ്റ്റിംഗ് അഡ്രസ് ഏറ്റവും അവസാനത്തെ IP ബ്രോഡ്കാസ്റ്റ് ആവുമെന്ന് പറഞ്ഞു. 192, 168, 100, 255. അപ്പൊ ഇതിൽ ഒന്നിനും 255നും 255 അല്ല 254നും ഒന്നിനും 254നും വരുന്ന IP കൾ നമുക്ക് PC കൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു നെറ്റ്വർക്കാണ് വരിക. ഇനിയാണ് നമുക്ക് സബ്നെറ്റിംഗ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഈ 24 എന്നുള്ളതാണ് ക്ലാസ് സിയുടെ CADR വാല്യൂ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ 24 ബിറ്റാണ് നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കാം. നമുക്ക് CADR വാല്യൂവിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്താണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ഇപ്പൊ ഞാനൊരു IP അഡ്രസ് എഴുതാം, 192, 168, 100, 0/24. ആദ്യത്തെ 24 ബിറ്റാണ് നെറ്റ്വർക്ക് ഐ ഡി അല്ലേ? അപ്പൊ നമ്മൾ സബ്നെറ്റിംഗ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ CADR വാല്യൂവിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഡിഫാൾട്ട് ആയിട്ട് ക്ലാസ് സിയുടെ CADR വാല്യൂ എത്രയാണ്? 24 ആണ്. ആദ്യത്തെ 24 ബിറ്റാണ് നെറ്റ്വർക്ക് ഐ ഡി. ആ 24 ബിറ്റ് എന്നുള്ള നെറ്റ്വർക്ക് ഐ ഡിനെ ബാക്കിയുള്ള 8 ബിറ്റ് എന്താണ്? ഹോസ്റ്റ് ഐ ഡി ആണ്. അപ്പൊ നമ്മൾ സബ്നെറ്റ് ചെയ്യുകയാണ്. സബ്നെറ്റ് ചെയ്യുമ്പോൾ 24 എന്നുള്ള CADR വാല്യൂ മാറ്റിയിട്ട് നമ്മളിവിടെ 25 ആക്കി എന്ന് വിചാരിക്കുക. CADR വാല്യൂ നമ്മളവിടെ മാറ്റം വരുത്തി 25 ആക്കി. അപ്പൊ ആദ്യത്തെ 25 ബിറ്റാണ് നെറ്റ്വർക്ക് ഐ ഡി. അപ്പൊ എങ്ങനെ എഴുതുക? ഇതാണ് നെറ്റ്വർക്ക് ഐ ഡി. 4, 5, 6, 7, 8. ആദ്യത്തെ 8 ബിറ്റ് 1, 2, 3, 4, 5, 6, 7, 8. മൊത്തം 16 ആയി. 1, 2, 3, 4, 5, 6, 7, 8. 24 ബിറ്റായി. ഇത് 255, ഇത് 255, ഇത് 255. അപ്പൊ 24 ബിറ്റായി. 25 ബിറ്റാണ്. അപ്പൊ ബാലൻസ് അവിടെ എന്താ ഉണ്ടായിരുന്നത്? 8 ഹോസ്റ്റ് ഐ ഡി ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? 24 നെറ്റ്വർക്ക് ഐ ഡിയും ബാക്കിയുള്ള 8 എണ്ണം ഹോസ്റ്റ് ഐ ഡി ആയിരുന്നു ക്ലാസ് സിയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഹോസ്റ്റ് ഐ ഡിയിൽ നിന്ന് ഒരെണ്ണം നമ്മൾ കടമെടുക്കുകയാണ്. എങ്ങോട്ട്? നെറ്റ്വർക്ക് ഐ ഡിയിലോട്ട്. അപ്പൊ 24 നെറ്റ്വർക്ക് ഐ ഡി ഉണ്ടായിരുന്നു, 8 ഹോസ്റ്റ് ഐ ഡി ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റ് ഐ ഡിയിൽ നിന്ന് നമ്മൾ ഒരെണ്ണം കടമെടുത്തു. അപ്പൊ എത്രയായി? 25 ആയി. അപ്പൊ ഈ ഒരെണ്ണം മാത്രം, അടുത്ത 8 ബിറ്റില് ഒരെണ്ണം മാത്രം ഒന്നാവും, ബാക്കിയുള്ളതൊക്കെ 0 ആവും. അപ്പോ സബ്നെറ്റ് മാസ്കിൽ അവിടെ മാറ്റം വന്നു. ഇനി എന്താ ചെയ്യാ? സബ്നെറ്റ് മാസ്കിൽ മാറ്റം വരും. കാരണം ഇവിടേക്ക് 255, ഇതിന്റെ വാല്യൂ എത്ര കിട്ടുക? ഇതിന്റെ വാല്യൂ നമ്മളിവിടെ 0, 1, 2, 3, 4, 5, 6, 7. ഈ 0 വരുന്നത് നോക്കേണ്ട ആവശ്യമില്ല. ആകെ നോക്കേണ്ടത് 2⁻7
2:7 എന്ന് പറഞ്ഞാൽ 128. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ 2:7 എന്ന് പറഞ്ഞാൽ 128. അപ്പൊ സബ്നെറ്റ് മാസ്ക് എന്തായി? 128 അപ്പൊ 255 128 എന്നാണ് 25 കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ കിട്ടുക. ഒരു IP അഡ്രസ്സിനെ 24 ക്ലാസ് C ആണ്, 25 കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ കിട്ടുന്ന സബ്നെറ്റ് മാസ്ക് ആണ് 255 128 എന്നുള്ളത്. ഇനി നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 24 കൊണ്ട് നമ്മൾ നോർമലായിട്ട് 24 CADR വാല്യൂ കൊടുക്കുമ്പോൾ ഒരു നെറ്റ്വർക്കാണ് കിട്ടുക. അപ്പോൾ അതിൽ ആദ്യത്തെ കമ്പ്യൂട്ടറിന് കൊടുക്കാവുന്ന IP 192 168 101, ലാസ്റ്റ് കമ്പ്യൂട്ടറിന് ലാസ്റ്റ് വാലിഡ് ഹോസ്റ്റ് 192 168 100 254, ബ്രോഡ്കാസ്റ്റ് എത്രയാ? 192 168 100 255. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയത്. 25 കൊണ്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഒരു നെറ്റ്വർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലെ? ഒരു നെറ്റ്വർക്കിനെ നമ്മൾ പീസ് ആക്കുവാണ്, വ്യത്യസ്ത നെറ്റ്വർക്കുകളാക്കി തിരിക്കുകയാണ്. അപ്പൊ ഒരു നെറ്റ്വർക്ക് ID എടുത്തു, അതിന് 24 ക്ലാസ് സിയുടെ നെറ്റ്വർക്ക് ID ചെയ്തു. ഡിഫാൾട്ട് ആയിട്ട് 24 CADR വാല്യൂ വരില്ലേ? അത് 25 ആക്കുമ്പോ നമുക്ക് എത്ര നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ സാധിക്കും? നമ്പർ ഓഫ് നെറ്റ്വർക്ക് 2x ആണ്. x എന്ന് പറഞ്ഞ ബാലൻസ് ഉള്ള ഹോസ്റ്റ് ID ഉണ്ടായിരുന്നല്ലോ, ബാലൻസ്ഡ് ഹോസ്റ്റ് ID, അതിന്ന് കടമെടുത്തതാണ്. ബാലൻസ് ഹോസ്റ്റ് ID എത്ര എണ്ണമായിരുന്നു? 8 എണ്ണമായിരുന്നു അല്ലെ? നമ്മൾ എത്ര എണ്ണമാണ് നെറ്റ്വർക്ക് IDയിലോട്ട് കടമെടുത്തത്? ഒരെണ്ണമാണ് നമ്മൾ കടമെടുത്തത്. അപ്പോ x എന്ന് പറഞ്ഞ എത്ര എണ്ണ കടമെടുത്തത്? ഒരെണ്ണമാണ്. അപ്പോ x എത്രയാണ്? 2:1. അപ്പൊ എത്ര കിട്ടി? 2. അപ്പോ 192 168 100 0 എന്ന് പറയുന്ന നെറ്റ്വർക്കിനെ 25 കൊണ്ട് സബ്നെറ്റ് ചെയ്യുമ്പോ നമുക്ക് 2 നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. 2 വ്യത്യസ്ത നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് കാണേണ്ടത് നമ്പർ ഓഫ് ഹോസ്റ്റ് ആണ്. നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാല് ഓരോ നെറ്റ്വർക്കിലും എത്ര സിസ്റ്റങ്ങളെ വീതം ആഡ് ചെയ്യാം. നമ്മളിപ്പോ 24 കൊണ്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര സിസ്റ്റങ്ങൾ ആഡ് ചെയ്യായിരുന്നു? 254 IP കിട്ടുമായിരുന്നു. 1 മുതൽ 254 വരെ IP കിട്ടുമായിരുന്നു. അപ്പൊ 254 പീസുകളെ കണക്ട് ചെയ്യാൻ 24 കൊണ്ട് ചെയ്താൽ മതി. 25 കൊണ്ട് ചെയ്യുമ്പോൾ ആ 2 നെറ്റ്വർക്കാണ് നമുക്ക് കിട്ടുക. ഓരോ നെറ്റ്വർക്കിലും എത്ര പീസ് വീതം ആഡ് ചെയ്യാൻ പറ്റും? അതാണ് നമ്പർ ഓഫ് ഹോസ്റ്റ്. കാണാനുള്ള ഇക്വേഷൻ എത്രയാണ്? 2y - 2. 2y. y എന്ന് പറഞ്ഞാല് എന്താണ്? y എന്ന് പറഞ്ഞാൽ ബാലൻസ് ഹോസ്റ്റ് ഐഡികളുടെ എണ്ണം. ബാലൻസ് ഹോസ്റ്റ് ഐഡിയുടെ എണ്ണം എത്രയാ? 7 ആണുള്ളത് ഇവിടെ. കാരണം 8 എണ്ണമായിരുന്നു, ഒരെണ്ണം കടമെടുത്തില്ലേ? ബാലൻസ് 7 ഉള്ള ഹോസ്റ്റ് ഐഡിയില് 1 2 3 4 5 6 7 എണ്ണം ഉള്ളത്. അപ്പൊ 2:7 - 2 എത്ര കിട്ടുക? 2:7 128. അപ്പൊ 128 - 2 എത്ര കിട്ടുക? 126. അപ്പൊ ഒരു നെറ്റ്വർക്കിൽ 126 പീസുകളെ ആഡ് ചെയ്യാം, അടുത്ത നെറ്റ്വർക്കിൽ 126 പീസുകൾ ആഡ് ചെയ്യാം. അടുത്തത് കാണേണ്ടത് ബ്ലോക്ക് സൈസ് ആണ്. ബ്ലോക്ക് സൈസ് എന്ന് പറഞ്ഞാൽ 2 നെറ്റ്വർക്ക് ഉണ്ടാവുമല്ലോ, ഓരോ നെറ്റ്വർക്കുകൾ തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ ബ്ലോക്ക് സൈസ് എന്ന് വിളിക്കുക. ബ്ലോക്ക് സൈസ് കാണാനുള്ള ഇക്വേഷൻ 256 മൈനസ് സബ്നെറ്റ് മാസ്ക്. നമുക്ക് എത്ര? 256 മൈനസ് സബ്നെറ്റ് മാസ്ക് കൂടെ എത്ര കിട്ടിയത്? 128 ആണ്. അപ്പൊ 256 മൈനസ് 128 കിട്ടും. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ കിട്ടി? നമ്പർ ഓഫ് നെറ്റ്വർക്ക് 2, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഹോസ്റ്റ് എത്ര കിട്ടിയത്? 128. ബ്ലോക്ക് സൈസ് എത്ര കിട്ടിയത്? ബ്ലോക്ക് സൈസ് നമുക്ക് കിട്ടിയത് 128. ഇത്രയും കിട്ടിയില്ലേ? എത്ര നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പറഞ്ഞേ? 2 നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പറഞ്ഞു അല്ലെ? നമ്പർ ഓഫ് നെറ്റ്വർക്ക് എത്രയാണ് നമുക്ക് കിട്ടിയത്? നമ്പർ ഓഫ് നെറ്റ്വർക്ക് 2 അല്ലേ? അപ്പൊ 25 കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ 2 നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റും. നോക്കാം, നമുക്ക് 2 നെറ്റ്വർക്ക്, ഒരു നെറ്റ്വർക്കിന് A എന്നും കൊടുക്കാം, രണ്ടാമത്തെ നെറ്റ്വർക്കിനെ B എന്നും കൊടുക്കാം. ഒരു നെറ്റ്വർക്കിന് എന്തൊക്കെ ഉണ്ടാവും? നെറ്റ്വർക്ക് ID, പിന്നെ FEH ഫസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ്,
LVH ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് ബ്രോഡ്കാസ്റ്റ്. അടുത്ത നെറ്റ്വർക്കിനോ നെറ്റ്വർക്ക് ID, FEH, LVH ബ്രോഡ്കാസ്റ്റ്. എഴുതി നോക്കാം. 2 നെറ്റ്വർക്ക് ഉണ്ടാവും എന്നല്ല പറഞ്ഞേ. ഫസ്റ്റ് നെറ്റ്വർക്ക് ഇതാണ് ഫസ്റ്റ് നെറ്റ്വർക്ക് 192, 168, 100, 0. രണ്ടാമത്തെ നെറ്റ്വർക്ക് എങ്ങനെ കാണുക? നമുക്കിവിടെ സബ്നെറ്റ് മാസ്ക് എത്രാമത്തെ ബൈറ്റിലാണ് മാറിയത്? 4-മത്തേൽ അല്ലേ? 128 0 ഉള്ളത്. അപ്പൊ ഇതിൽ 4-മത്തെ ഏതാ? 192, 168, 100, 0. ഇതിന്റെ ഒപ്പം നമുക്ക് കിട്ടിയ ബ്ലോക്ക് സൈസ് കൂട്ടിയിട്ടാണ് അടുത്ത നെറ്റ്വർക്ക് എഴുതുക. അപ്പൊ അടുത്ത നെറ്റ്വർക്ക് എത്രയാ? 192, 168, 100, 128. അപ്പൊ 2 നെറ്റ്വർക്ക് കിട്ടും. ഒരു നെറ്റ്വർക്ക് ആയിട്ട് 192, 168, 100, 0. അടുത്തതിന് നെറ്റ്വർക്ക് ആയിട്ട് 192, 168, 100, 128. FEH കണ്ടേ? FEH എന്താ? ഫസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് എത്ര വരിക? 192, 168, 100, 1. ഇവിടെയോ 192, 168, 100, 129. ഇനി ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ IP ആണ് അല്ലെ? നമ്മൾ 24 വെച്ച് ചെയ്തപ്പോ 192, 168, 100, 255 അല്ലേ വന്നേ? അപ്പൊ ഇത് അവസാനത്തെ IP എത്ര വരിക? അടുത്ത നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 128 എന്നാ. അപ്പൊ ഇതിന്റെ അവസാനത്തെ IP എത്ര വരിക? 192, 168, 100, 127. അപ്പൊ LVHO അതിന്റെ തൊട്ട് മുമ്പിലുള്ള IP 192, 168, 100, 126. ഇവിടെ എത്ര വരിക? 192, 168, 100, 255 അവസാനിക്കുക. 255. 192, 168, 100, 254. ഇങ്ങനെ 2 നെറ്റ്വർക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇങ്ങനെ 2 നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് നമുക്ക് ലാബിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഞാൻ കുറച്ച് ഇത് എഴുതാം. നമുക്കിപ്പോൾ എൻ്റെ ഓഫീസിൽ 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഏകദേശം ഇതൊരു 128 പോർട്ടിന്റെ സ്വിച്ച് ആണെന്ന് വിചാരിക്കുക. 128 പോർട്ടിന്റെ സ്വിച്ച്, അല്ലെങ്കിൽ ഒരു 64 പോർട്ടിന്റെ സ്വിച്ചോ, അല്ലെങ്കിൽ 128 പോർട്ടിന്റെ സ്വിച്ചോ ഒക്കെയാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 96 പോർട്ടിന്റെ സ്വിച്ച് ഒക്കെയാന്ന് വിചാരിക്കുക. അപ്പൊ 2 ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഈ ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, ഇത് സെയിൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അക്കൗണ്ട്സും ഉണ്ട്, സെയിൽസും ഉണ്ട്. ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം ഒരു 30 കമ്പ്യൂട്ടർ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്കൊരു 40 കമ്പ്യൂട്ടർ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ പീസുകളും ഞാൻ ഈ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തില്ലേ? അവിടെയുള്ള പീസുകൾക്കൊക്കെ IP കൊടുക്കുന്നത് ഈ ഫസ്റ്റ് നെറ്റ്വർക്ക് ഇതെടുക്കുക. ഓരോ കമ്പ്യൂട്ടറിന്, ഒരു കമ്പ്യൂട്ടറിന് 192, 168, 100, 1 കൊടുക്കുക. അടുത്തതിന് 100, 2 കൊടുക്കുക. 100, 3 കൊടുക്കുക. 100, 4 കൊടുക്കുക. സബ്നെറ്റ് മാസ്ക് ഇല്ലേ? എല്ലാ പീസുകൾക്കും സബ്നെറ്റ് മാസ്ക് എത്ര കൊടുക്കണ്ടേ? 255, 255, 255, 128 കൊടുക്കുക. ഇനി സെയിൽസിൽ ഇരിക്കുന്ന പീസുകൾക്ക് രണ്ടാമത്തെ നെറ്റ്വർക്ക് എടുക്കുക, ഇത്. എന്നിട്ട് ഒരു കമ്പ്യൂട്ടറിന് 192, 168, 100, 129, അടുത്തതിന് 130, 131, 132 അങ്ങനെ കൊടുക്കുക. അതിൻ്റെയൊക്കെ സബ്നെറ്റ് മാസ്ക് എത്ര കൊടുക്കുക? 255, 255, 255, 128 കൊടുക്കുക. ഇത് 2 നെറ്റ്വർക്ക് ആയിരിക്കും. വീലാൻ ഒന്നും ചെയ്യാതെ തന്നെ ഇത് 2 നെറ്റ്വർക്കാണ്. വീലാൻ ചെയ്യേണ്ടി വരും, കാരണം ബ്രോഡ്കാസ്റ്റിംഗ് തടയാനായിട്ട്. പക്ഷെ ഇത് 2 നെറ്റ്വർക്കാ. അപ്പൊ നമ്മുടെ അവിടെ ആ ഒരു IP അഡ്രസ് ഉപയോഗിക്കുന്നത് 192, 168, 100, 0. അതിന് 25 കൊണ്ട് സബ്മിറ്റ് ചെയ്തു. 25 കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് എന്തുണ്ടാക്കി? 2 വ്യത്യസ്ത നെറ്റ്വർക്കുകൾ ഉണ്ടാക്കി. വേണ്ടി ഞാൻ കൊടുത്തിട്ടൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ പാക്കറ്റ് ട്രേസർ ഓപ്പൺ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം, ഇത് വർക്കാവുമോ എന്നുള്ള കാര്യം.
ഇപ്പൊ ഇവിടെ ഞാൻ ഒരു സ്വിച്ച് എടുക്കുകയാണ്. ഈ സ്വിച്ചിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെന്റുകളാക്കിയിട്ട് ഇപ്പൊ 2 PC വെക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഞാൻ എന്ത് ചെയ്തു, ഒന്നാമത്തെ പോർട്ടിലോട്ട് കണക്ട് ചെയ്തു, അടുത്തതിനെ രണ്ടാമത്തെ പോർട്ടിലോട്ട് കണക്ട് ചെയ്തു, അടുത്തത് എടുത്തിട്ട് 3ലോട്ട് കണക്ട് ചെയ്തു, 4ലോട്ടും കണക്ട് ചെയ്തു. IP കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിന് കൊടുക്കുന്ന IP, ഈ ഫസ്റ്റ് 2 PC കൊടുക്കുന്ന IP ഏതാ? നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഇവിടെ ഈ നെറ്റ്വർക്ക് 192, 168, 100, 0 ഇല്ലേ, അതിലുള്ള 192, 168, 100, 1നും 100, 126നും ഇടയിലുള്ള IP ഞാൻ കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ 192, ഇവിടെ ഞാൻ 192, 168, 100, 1. സബ്നെറ്റ് മാസ്ക് എത്രയാ? 255, 255, 255, 128. ഇതിന് ഞാൻ 192, 168, 100, 2. സബ്നെറ്റ് മാസ്ക് 255, 255, 255, 128. അപ്പോൾ ഇത് രണ്ടും, ഈ 2 PC ഞാൻ ഏത് നെറ്റ്വർക്കിന്റെ ഉള്ളിലാണ് എഴുതിയിരിക്കുന്നത്? ഫസ്റ്റ് നെറ്റ്വർക്കിന്റെ ഉള്ളിൽ വരുന്ന 2 IP ഈ 100, 0, 192, 168, 100, 0ത്തിന്റെ ഉള്ളിൽ വരുന്ന 2 IP ഇത്. ഇനി രണ്ടാമത്തെ നെറ്റ്വർക്ക് ഞാൻ 129നും 254നും ഉള്ളിലുള്ള IP കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പൊ ഇതിന് എത്ര കൊടുക്കാം? ഇതിന് 192, 168, 100, 130. സബ്നെറ്റ് മാസ്ക് എത്ര കൊടുക്കുക? 3255ഉം 128. ഇവിടെ 192, 168, 100, 131. ഓക്കെ, ഇനി നമുക്ക് IP കൊടുക്കാം. മാനുവലായിട്ട് IP സെറ്റ് ചെയ്യാം. IP സെറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ പോവുക. IP കൊടുക്കാൻ അറിയാലോ അല്ലേ? ഇപ്പോൾ ഇവിടെ IP കൊടുത്തിട്ടില്ലേ? IP കൊടുക്കാം. 192, 168, 100, 1. 3255, 128. ഇതിന് 100, 2 കൊടുക്കാം. സബ്നെറ്റ് മാസ്കും കൊടുക്കുക. ഡിഫാൾട്ട് ആയിട്ടുള്ള സബ്നെറ്റ് മാസ്ക് എഡിറ്റ് ചെയ്തിട്ട് മാറ്റം വരുത്തുക കേട്ടോ. ഇനി ഇതിന് 192, 168, 100, 130. 3255ഉം 128. നൂറ്റി 168, 161, 100, 131, 128. കമ്മ്യൂണിക്കേഷൻ നോക്കാം. 101, 102 തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം അവർ രണ്ടും ഒരു നെറ്റ്വർക്കാണ്. 102ലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ 100, 130ലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. 130ലോട്ടും 131ലോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. കാരണം അത് വേറെ നെറ്റ്വർക്കാണ്. നമ്മൾ സബ്നെറ്റ് മാസ്കിൽ മാറ്റം വരുത്തി. രണ്ടും സെപ്പറേറ്റ് നെറ്റ്വർക്കാണ്. നോക്കി, 130ഉം 131 കിടക്കുന്നത് ഈ നെറ്റ്വർക്കിന്റെ അണ്ടറിലാ. 128 എന്ന് പറയുന്ന നെറ്റ്വർക്കിന്റെ അണ്ടറിലും 1ഉം 2ഉം കിടക്കുന്നത് 192, 168, 100, 0 എന്ന് പറയുന്ന നെറ്റ്വർക്കിന്റെ അണ്ടറിലുമാണ്. അപ്പൊ ഇത് രണ്ടും വ്യത്യസ്ത നെറ്റ്വർക്കുകളായിട്ടാണ് പ്രവർത്തിക്കുക. ഇങ്ങനെയാണ് നമ്മൾ സബ്നെറ്റ് ചെയ്യുക. സബ്നെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഒരെണ്ണം കൂടെ ഞാൻ ചെയ്യാം. അതിനുശേഷം ഞാൻ വർക്ക് തരാം. അതിൽ നിങ്ങൾ 2 എണ്ണം എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിൻ്റെയും കൂടെ ഞാൻ കാണിച്ചു തരാം. അടുത്തത് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇതേ തന്നെ 192, 198, 168, 100, 0 26 കൊണ്ട് ചെയ്യാം. 26 കൊണ്ട് ചെയ്യുമ്പോൾ സബ്നെറ്റ് മാസ്ക് എത്ര വരിക? 24 ക്ലാസ് സിയുടെ നോർമൽ. 2 എണ്ണം കൂടെ കടമെടുക്കേണ്ടി വരും. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 24 ബിറ്റായി. മൊത്തം 26 ബിറ്റ് അല്ലേ നെറ്റ്വർക്ക് ID ആയിട്ട് വരണ്ടേ? അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. ഇത് എത്ര കിട്ടുക? 255. ഇത് എത്ര കിട്ടുക? 255. ഇത് എത്ര കിട്ടുക? 255. ഇവിടെ എത്ര കിട്ടുക?
0 1 2 3 4 5 6 7. സീറോയുടെ മുകളിൽ വരുന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് 0 ആയി പോകും. ഇപ്പോൾ 2⁷7 കിട്ടും, ഒരു 2⁶6 കിട്ടും. 2⁷7 128 2⁶6 എത്രയാണ്? 64. അപ്പോൾ 192 കിട്ടും. അപ്പോൾ സബ്നെറ്റ് മാസ്ക് എത്ര കിട്ടി? 192. 26 കൊണ്ട് ചെയ്യുമ്പോൾ. ഇനി നേരത്തെ അതേ ഇക്വേഷൻ, നമ്പർ ഓഫ് നെറ്റ്വർക്ക് 2⁻x. എക്സ് എത്ര എണ്ണം കടമെടുത്തിട്ടുണ്ട്? 2 എണ്ണം. ഇപ്പോൾ 2⁻2 4 നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്പർ ഓഫ് ഹോസ്റ്റ് 2⁻y-2. y ബാലൻസ് ഉള്ള ഹോസ്റ്റ് ഐഡികളുടെ എണ്ണം. ബാലൻസ് എത്ര ഉണ്ട്? 1 2 3 4 5 6. 2⁻6 - 2. 2⁻6 - 2 എന്ന് പറയുമ്പോൾ എത്രയായി? 2⁻6 എത്രയാ? 64. 64 - 2 62. ഓരോ നെറ്റ്വർക്കിലും 62 പീസ് വീതം. ബ്ലോക്ക് സൈസ് സബ്നെറ്റ് മാസ്ക് 256 മൈനസ് സബ്നെറ്റ് മാസ്ക്. 256 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 256 മൈനസ് 192 64 കിട്ടും. ഓരോ നെറ്റ്വർക്ക് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 64. മൊത്തം എത്ര നെറ്റ്വർക്ക് ഉണ്ടാക്കാം? 4 നെറ്റ്വർക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിവിടെ ഓരോ നെറ്റ്വർക്ക് എഴുതാം. എ, അടുത്തത് ബി, സി, ഡി. മൊത്തം 4 നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല പറഞ്ഞേ. ഓരോ നെറ്റ്വർക്കിനും എന്തൊക്കെ വേണം? ഓരോ നെറ്റ്വർക്കിനും നെറ്റ്വർക്ക് ഐ ഡി വേണം. പിന്നെന്തൊക്കെ വേണം? നെറ്റ്വർക്ക് ഐ ഡി വേണം, FVH, LVH അതൊക്കെ വേണം അല്ലേ? നമുക്ക് എഴുതി നോക്കാം. നെറ്റ്വർക്ക് ഐ ഡി, ഓരോ നെറ്റ്വർക്കിനും നെറ്റ്വർക്ക് ഐ ഡി എഴുതാൻ പോവാണ്. നെറ്റ്വർക്ക് ഐ ഡി എത്ര വരിക? ഫസ്റ്റത്തെ നെറ്റ്വർക്കിന് 192 168 100 0. രണ്ടാമത്തെ നെറ്റ്വർക്ക് ഐ ഡി എത്രയാ? ഈ 0ൻ്റെ ഒപ്പം എത്ര കൂട്ടുക? ബ്ലോക്ക് സൈസ്. ഇപ്പം 192 168 100 64. അടുത്തത് 192 168 100 128. ഈ 64 വീണ്ടും ബ്ലോക്ക് സൈസ് കൂട്ടി. അടുത്തത് 192 168 100 192. FVH, LVH, ബ്രോഡ്കാസ്റ്റ്. FVH എത്ര വരിക? 192 168 101. ഇവിടെയോ 192 168 165. ഇവിടെയോ 192 168 100 129. ഇവിടെയോ 192 168 100 193. LVH എത്ര വരിക? ബ്രോഡ്കാസ്റ്റ് എഴുതാം. ബ്രോഡ്കാസ്റ്റ് ആകുമ്പോൾ സിമ്പിളാണ്. അടുത്ത നെറ്റ്വർക്ക് തുടങ്ങുന്നതിന് ഒന്ന് കുറച്ച് എഴുതിയാൽ മതി. 192 168 100 63. ഇവിടെ 192 168 100 127. ഇവിടെ 192 168 100 191. ഇവിടെ 192 168 100 255. LVH എന്താ? ബ്രോഡ്കാസ്റ്റിന് തൊട്ട് മുമ്പുള്ള IP. 192 168 100 62. 192 168 100 126. ഇവിടെ 192 168 100 190. ഇവിടെ 192 168 100 254. അപ്പോൾ ഇപ്പം മൊത്തം 4 നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഓഫീസിൽ 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 4 ഡിപ്പാർട്ട്മെന്റിലും ഒരു 50 കമ്പ്യൂട്ടർ വീതം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ 192 168 100 0 എന്ന് പറയുന്ന നെറ്റ്വർക്കിനടുത്ത് 26 കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 വ്യത്യസ്ത നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓരോ നെറ്റ്വർക്കിലും 62 കമ്പ്യൂട്ടർ വീതം ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ 50 കമ്പ്യൂട്ടർ വീതമല്ലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ലാബിന് നിങ്ങൾക്ക് 1നും 62നും ഇടയിൽ വരുന്ന IP കൊടുക്കുക. സബ്നെറ്റ് മാസ്ക് ഇത് കൊടുക്കണേ. അടുത്തതിന് 65നും 126നും ഇടയിൽ വരുന്ന IP കൊടുക്കുക. സബ്നെറ്റ് മാസ്ക് ഇത് കൊടുക്കണം. അടുത്തത് 129നും 190നും വരെയുള്ള IP കൊടുക്കുക. സബ്നെറ്റ് മാസ്ക് ഇത് തന്നെ കൊടുക്കണം. അടുത്തത് 193നും 254ന്റെ ഇടയിൽ വരുന്ന IP കൊടുക്കുക. സബ്നെറ്റ് മാസ്ക് ഈ മോളി പറഞ്ഞ തന്നെ കൊടുക്കുക. അപ്പൊ 4 നെറ്റ്വർക്കായി. ഒറ്റ IP അവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. 26 കൊണ്ട് സബ്മിറ്റ് ചെയ്തതാണ്. ഒരു നെറ്റ്വർക്കിന് മാക്സിമം 62 കമ്പ്യൂട്ടറിന് വീതം ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ സബ്നെറ്റ് മാസ്ക് വരിക 255 255 255 192 ആണ്.
ഇങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക. ഞാൻ അടുത്തൊരു പ്രോബ്ലം ഇട്ട് തരാം. 192 168 100 27 കൊണ്ട് സബ്മിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ 28 കൊണ്ടും സബ്മിറ്റ് ചെയ്യുക. 27 കൊണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് 27 കൊണ്ട് നിങ്ങൾ എന്തായാലും ചെയ്യണം. ആ സബ്മിറ്റിന്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. 27 കൊണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റിംഗ് അത് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും നിങ്ങൾക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് രേഖപ്പെടുത്തണം. ഞാൻ അതിന്റെ കമന്റ് നോക്കിയിട്ട് അടുത്ത വീഡിയോ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്തു പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇനി നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമന്റിൽ രേഖപ്പെടുത്തുക, കമന്റ് ആയിട്ട് പറയുക. അപ്പൊ ഞാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. സബ്മിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ്. ക്ലാസ് സി ആവുമ്പോൾ ഡിഫാൾട്ട് ആയിട്ട് 24 എന്നുള്ളതാണ് ഡിഫാൾട്ട് ആയിട്ടുള്ള CIDR വാല്യൂ. സബ്നെറ്റ് മാസ്ക് വരിക 24 മാറ്റി CIDR വാല്യൂ 25 ആക്കുമ്പോൾ ആ ഒരു നെറ്റ്വർക്കിനെ നമുക്ക് 2 നെറ്റ്വർക്ക് ആക്കി തിരിക്കാൻ പറ്റും. ആ 2 നെറ്റ്വർക്ക് ആക്കി തിരിക്കുമ്പോൾ ഒരു നെറ്റ്വർക്കിൽ 126 കമ്പ്യൂട്ടറും അടുത്തതിൽ 126 കമ്പ്യൂട്ടറിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സബ്നെറ്റ് മാസ്കിൽ മാറ്റം വരും. ഇനി 25 കഴിഞ്ഞ് 26 കൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ഒറ്റ ഐപ്പിൽ നമുക്ക് 4 വ്യത്യസ്ത നെറ്റ്വർക്കുകളാക്കിയിട്ട് തിരിക്കാൻ പറ്റും. ഒരെണ്ണത്തിൽ 62 കമ്പ്യൂട്ടറിനെ വീതമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 62 അവൈലബിൾ IP ആണ് ഉണ്ടാകുക. സബ്നെറ്റ് മാസ്കിലും മാറ്റം വരും. ഇനി 27 കൊണ്ടാണ് നിങ്ങൾ ചെയ്തു നോക്കേണ്ടത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ചാണ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുക. അപ്പൊ കമന്റ് ചെയ്താലേ ഉള്ളൂ, ഇത് കാണുന്നവരൊക്കെ കമന്റ് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കമന്റ് ചെയ്താലേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും CCNA പഠിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ഇടുക. കാരണം കമന്റ് ഇട്ടാലുള്ളൂ എനിക്കത് എങ്ങനെയാണ് ക്ലാസ് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് 27 കൊണ്ട് ചെയ്തതിന്റെ ലാബ്, അതിന്റെ പ്രാക്ടിക്കല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 27 കൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തു നോക്കുക.